Hi everyone, welcome back to our 30 days English speaking challenge. എല്ലാവർക്കും സ്വാഗതം. In the previous days, we learned greetings, self-introduction, family introduction, പിന്നെ ഇത് മൂന്നും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയും നമ്മൾ കണ്ടു. Today we are going to learn how to talk about our daily routine. നമ്മുടെ ഡെയിലി റുട്ടീൻ എങ്ങനെ സംസാരിക്കാം എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഡെയിലി റുട്ടീൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും സിമ്പിൾ അല്ലേന്ന്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, നിങ്ങളുടെ ഡെയിലി റുട്ടീൻ പെട്ടെന്നൊന്ന് നിങ്ങൾ പറഞ്ഞു നോക്കിക്കേ. നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടിയില്ല. പകുതിയിലധികം പേർക്കും ഡെയിലി റുട്ടീൻ എന്താണെന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അടുത്ത ഈ ദിവസം നമ്മൾ പഠിക്കുന്നത് ഡെയിലി റുട്ടീൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ്, പോസിറ്റീവ് സെൻറ്റൻസസ്, ക്വസ്റ്റ്യൻസ്. ഞാൻ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. അതേപോലെ ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്സ് കാണിച്ചു തരും, അപ്പോൾ നിങ്ങൾ അതും കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണേ. അപ്പോൾ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നമ്മളുടെ വീഡിയോ, ഈ 30 ഡേയ്സ് വീഡിയോ നിങ്ങൾക്ക് നല്ലോണം പ്രയോജനപ്പെടുന്നതാണ്. നമ്മളിവിടെ ഗ്രാമർ പഠിക്കുന്നില്ല, നമ്മൾ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് ഗ്രാമർ ഉണ്ടെന്നോർത്ത് നിങ്ങൾ ആരും പേടിച്ചിരിക്കേണ്ട. നമ്മൾ സെൻറ്റൻസുകൾ ഓരോ സമയത്ത് എങ്ങനെയൊക്കെ സംസാരിക്കണം, റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ, അതല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് തന്നെ എന്തൊക്കെ സംസാരിക്കണം എന്നൊക്കെ നോക്കുന്നതാണ് ഈ 30 ദിവസം കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ ഞാനിപ്പോൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കമൻറ്റ് ബോക്സിൽ കൊടുക്കുകയും ചെയ്യണം കേട്ടോ. തുടങ്ങാം. I wake up at 6 o'clock. I don't wake up at 6 o'clock. Do you wake up at 6 o'clock? I wake up at 6 o'clock. ഞാൻ രാവിലെ 6 മണിക്കാണ് എഴുന്നേക്കാറ്. I don't wake up at 6 o'clock. ഞാൻ 6 മണിക്ക് എഴുന്നേക്കാറില്ല. Do you wake up at 6 o'clock? പെട്ടെന്ന് കമൻറ്റ് ചെയ്യൂ, ഇതിലേതാണെന്നുള്ളത് പെട്ടെന്ന്. Do you wake up at 6 o'clock? ഇനി I like coffee. I don't like coffee. Do you like coffee? I like coffee. എനിക്ക് കോഫി ഇഷ്ടമാണ്. I don't like coffee. എനിക്ക് കോഫി ഇഷ്ടമല്ല. Do you like coffee? പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. I go to work every day. I don't go to work every day. Do you go to work every day? പെട്ടെന്ന് കമൻറ്റ് ചെയ്യ്. I go to work every day. ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് പോകാറുണ്ട്. I don't go to work every day. എല്ലാ ദിവസവും ജോലിക്ക് പോകാറില്ല. Do you go to work every day? എല്ലാ ദിവസവും ജോലിക്ക് പോകാറുണ്ടോ? മനസ്സിലായി? കമൻറ്റ് ചെയ്തോ നിങ്ങളുടെ ഉത്തരം. അപ്പോൾ ഇത് കേൾക്കുമ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ, എന്താണ് ഇങ്ങനെ എന്നൊക്കെ വന്നാൽ നിങ്ങളൊന്നും ചിന്തിക്കേണ്ട. ഞാൻ ഇപ്പോൾ ഇവിടെ ഡെയിലി റുട്ടീൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ള ആ ടെൻസസ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ടെൻസസിൻ്റെ ലിങ്ക് ഇപ്പോൾ ഇവിടെ തരും. നിങ്ങൾ അതൊന്ന് കേട്ടിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്ട്രക്ചറൊക്കെ ഇങ്ങനെ വന്നതെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചെയ്യാൻ ഇപ്പോൾ പറ്റും. കാരണം ഞാൻ പോസിറ്റീവ് സെൻറ്റൻസും നെഗറ്റീവ് സെൻറ്റൻസ് പറഞ്ഞു. നമ്മൾ നിത്യം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡെയിലി റുട്ടീനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. I speak English well. I don't speak English well. Do you speak English? I speak English well. ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. I don't speak English well. സംസാരിക്കില്ല. Do you speak English well? കമൻറ്റ് ബോക്സിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ക്ലിപ്സ് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ വീട്ടിൽ ചെയ്യുന്ന എൻ്റെ ഡെയിലി റുട്ടീനായിട്ടുള്ള കുറച്ച് ക്ലിപ്സ്, നിങ്ങൾ അത് ഒന്ന് കാണുക. കണ്ടിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ? അവിടെ ഞാൻ പോസിറ്റീവ് സെൻറ്റൻസ്, ചിലപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പോസിറ്റീവ് പറഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവ് നമ്മുടെ കമൻറ്റ് ബോക്സ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാറുണ്ട്, രാവിലെ എഴുന്നേറ്റ്, ഉച്ചയ്ക്ക് എഴുന്നേറ്റും വൈകുന്നേരം എഴുന്നേറ്റൊക്കെ ചെയ്യാറുണ്ട് എന്ന് പറയാനാണ് നമ്മൾ സബ്ജക്റ്റും വേർബിൻ്റെ ഫസ്റ്റ് ഫോമുമാണ് നമ്മൾ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ടെൻസ് ഒന്ന് കേട്ട് നോക്കാം. ഇനി നമ്മുടെ ക്ലിപ്പുകളിൽ I usually clean my house in the evening because I don't have time in the morning.
നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ബിഫോർ ക്ലീനിങ് ദ ഫ്ലോർ ഐ പുട്ട് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്. എല്ലാം അതാത് സ്ഥാനത്ത് എടുത്ത് ഞാൻ വയ്ക്കും. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. I don't apply oil to my hair before taking a bath. I don't like buttermilk curry with rice. Do you help your children with their studies? കുട്ടികളെ നിങ്ങൾ പഠിക്കാൻ സഹായിക്കാറുണ്ടോ? Do you help your children with their studies? I walk around the yard in the evening. I walk around the yard in the evening. നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഈ കണ്ടതും കേട്ടതും എല്ലാം നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന സെൻറ്റൻസുകൾ എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് കുറേ ചോദ്യങ്ങളും ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ എല്ലാം ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ ചെയ്യണം. അത് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ അത് ചെയ്തത് കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ എന്താണ് എന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. എൻ്റെ നമ്പർ ഇതാ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ഡെയിലി റുട്ടീൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് എന്നുള്ളത് എൻ്റെ ഇതാ ഈ വാട്സപ്പ് നമ്പറിൽ അടുത്ത ക്ലാസ് വരുന്നത് വരെ, അതായത് നാളെ 11 മണിക്ക് മുമ്പായി തന്നെ നിങ്ങൾ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ, ഞാൻ നോക്കിയില്ല. നിങ്ങൾ ആ നാളെ 11 മണിക്ക് മുമ്പേ തന്നെ, രാവിലെ 11 മണിക്ക് മുമ്പേ തന്നെ ഇത് കേട്ട് മനസ്സിലാക്കി, നമ്മുടെ ടെൻസസിൻ്റെ ക്ലാസ് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ഡെയിലി റുട്ടീൻ പെട്ടെന്ന് നമ്മുടെ വാട്സപ്പിൽ ചെയ്യണം. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിലും ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റൂ. ഇത് കേട്ട് അവസാനിപ്പിച്ച് പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും സംസാരിച്ച് പഠിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ എന്താണ്, ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, ഇതൊക്കെ ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ക്ലാസ്സുകൾ കേട്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇട്ടാൽ മാത്രം പോരാ, നിങ്ങൾ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കണം. ബൈ ബൈ.